എല്ലാവർക്കും യൂട്യൂബ് ചാനൽ പാസ്റ്റർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഇൻഡോർ പ്ലാന്റ്. ഇൻഡോർ പ്ലാന്റ് എന്നും പറയാം, സ്നേക്ക് പ്ലാന്റ് എന്നും പറയാം. ഇൻഡോർ പ്ലാന്റ് പലതരത്തിലുണ്ട്. ഇത് എൻ്റെ വീട്ടിലത്തെ സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ വളർച്ച പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം ആഴ്ചക്കോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുന്ന സമയത്ത് ഒഴിച്ചാൽ മതി. പിന്നെ ഇതിന് വെയിൽ ആഴ്ചക്കോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുന്ന സമയത്ത് നട്ട് വെയിലത്ത് ഇത് വെക്കണം, 1 or 2 ദിവസം. എന്നാലാണ് ഇതിൻ്റെ വളർച്ച വരുള്ളൂ, ഇതിന് ഇല പൊട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച അതേപടി അത് വീട്ടിൽ 1-1.5 വർഷം വരെ അത് അങ്ങനെ കിടക്കും. അത് ഒരു പ്രയോജനം ഇല്ലാതെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അത് നോ യൂസ്. അത് ഒരു സ്റ്റാച്ചു വെച്ച മാതിരി അത് പ്രവർത്തിക്കുകയും ചെയ്യും, ഒരു നോ വാല്യൂ. അപ്പോൾ ഇതിന് വളർച്ച ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ആയിട്ടുള്ള വർക്ക് ഇത് ചെയ്യുള്ളൂ. ഈ ഇൻഡോർ പ്ലാന്റ് വെക്കാൻ കാരണം വീട്ടിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇത് വലിച്ചെടുക്കും, ഓക്സിജനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം വീട്ടിലത്തെ എൻവയോൺമെൻറ്റ് ക്ലിയർ ആവും. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ചില വീട്ടിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഉണ്ടാവും. എങ്ങനെയാണ് ഇത് വാങ്ങിച്ചാൽ 2 ഇലയിലാണെങ്കിൽ 2 ഇലയിൽ തന്നെ 1 വർഷത്തോളം ഉണ്ടാവും. എന്നിട്ട് അതിനടുത്തിട്ട് വലിച്ച് കളയുകയും ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് കുഴിച്ചിടും. അപ്പോൾ നിങ്ങൾ അതുമാതിരി ചെയ്യരുത്. ഇതിനെ ആഴ്ചക്കോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നട്ട് വെയിലെത്തും. രാവിലെ തുടങ്ങിയിട്ട് ഉച്ച വരെ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഇത് വെക്കണം, ഈ ചെടി. ഓൺലി 2 days. എന്നാലാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടാവും. ഇതിൻ്റെ വളർച്ച ഉണ്ടാകുന്ന സമയത്താണ് ഇത് പ്രവർത്തിക്കുള്ളൂ. അതിൻ്റെ യൂസും ഇതിന് ആവശ്യം വരും, നിങ്ങൾക്കും ആവശ്യം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ടോപ്പിക്കിൽ നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം. നമസ്കാരം.